എൻ്റെ ഏതെങ്കിലും ഒരു കാര്യമാണ് എൻ്റെ നേട്ടത്തിന് കാരണമായതെന്ന് വിശ്വസിച്ചാൽ ശുക്രാവില്ല. മനസ്സിലായി? ഉദാഹരണം പറയാം. നമ്മൾ ഒരു ഭൂമി ഒരാളെ കയ്യിൽ നിന്ന് രാവിലെ പോയി സെന്റിന് 25,000 കച്ചവടം ചെയ്തു. അത് വിൽക്കാൻ അയാൾ ഇരിക്കുന്നു. ഒരാളോട് പോലും അയാളത് പറഞ്ഞിട്ട്. പക്ഷെ രാവിലെ അയാൾ ഭൂമി വിൽക്കുന്നുണ്ടോ, 25 ഞാൻ തരാൻ പറഞ്ഞ സെന്റിന് 25,000 ഉറുപ്പിയായിട്ട് 1 ഏക്കർ ഭൂമി നമ്മൾ കച്ചവടം ചെയ്തു. മനസ്സിലോണ്ട് പറഞ്ഞത് ചിന്തിക്കും. എന്നിട്ട് അത് ഞങ്ങൾ വീട്ടിൽ പോയി തിരിച്ച് ഭാര്യയോട് പോയി പറഞ്ഞു, എന്ത് സമയത്തിന് ഞാനിവിടെ എത്തി. അതിൻ്റെ കാര്യം എനിക്കറിയാലോ. അത് ഞാൻ എവിടെയാണെങ്കിലും അതിൻ്റെ ഏറും മൂറിലായിരിക്കും ഞാനാണ് ചാടുക. അയാൾ 50 ഉറപ്പിച്ച് നിൽക്കണാണ്. ഞാൻ 2 വർത്താനം പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ നാവിൽ അയാളാണ് കുടുങ്ങി. കണ്ടോ, ഞാൻ ഇന്ന് 4 ദിവസത്തിനുള്ളിൽ 50 ഞാൻ വെക്കും. അപ്പോൾ എന്ത് പറഞ്ഞു, വെറുതെ നല്ല എൻ്റെ വാപ്പ പുളിങ്കൊമ്പ് പിടിച്ച്. പിറ്റേ ദിവസം ഇവനത് 50 മറിച്ചു വെച്ചു. അപ്പോൾ 2 ദിവസം കൊണ്ട് 25 ലക്ഷം ഉറുപ്പിക കിട്ടി. അപ്പോൾ മനസ്സിലോണ്ട് പറഞ്ഞത് 25 ലക്ഷം ഉറുപ്പിക കിട്ടി. അവൻ എന്ത് ചെയ്തു, 5 ലക്ഷം ഉറുപ്പിക പള്ളിയൊക്കെ കൊടുത്തു. എന്നാലും അത് ശുക്രാണ്. എന്തുകൊണ്ട്? ഈ പ്രവർത്തനത്തിൽ അവൻ്റെതായ ഒരു ദഖലുണ്ടെന്ന് അവൻ വിശ്വസിച്ചപ്പോൾ അവൻ UDF ആയി, അല്ലെങ്കിൽ LDF ആയി. തൂക്കപ്പിക്ക മടി പറഞ്ഞാണ്. ഈ മറ്റേ F ചൂടാകണ്ട. BJPക്ക് ഒരു F ഉണ്ടെങ്കിൽ ഓലയും കൂടി കൂട്ടിക്കളി. ഇത് ഉദാഹരണമാണ്. എന്തല്ലാത്ത കുറച്ച് മനുഷ്യന്മാർ ഇത് കേട്ടിട്ട് നേരെ എതിരെയോടും. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒറ്റക്കുമല്ല, ലീഗ് ഒറ്റക്കുമല്ല. അതാണല്ലോ UDF. ഒറ്റക്കല്ല. അതായത് കോൺഗ്രസ് ഉണ്ട്, അതേസമയത്ത് ആരുണ്ട്, ഇവിടെ പ്രിയങ്ക ഗാന്ധി ജയിച്ചു. കോൺഗ്രസിന് പറയാൻ പറ്റും ഞാൻ ഒറ്റക്കാണ്, ഞങ്ങൾ ഒറ്റക്കാണ്? അല്ല. ലീഗർക്ക് പറയാൻ പറ്റും ഞങ്ങൾ ഒറ്റക്കാണ്? അതുമല്ല. ഇതാണ് UDF. തന്നെ ഇവിടെ എൻ്റെ വിശ്വാസവും. ശുക്രാണെങ്കിൽ നിനക്ക് തദ്ബീറിൽ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ എന്തെങ്കിലും ഒരു അളവ് നിനക്കുണ്ട് എന്ന് നീ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ ശുക്രാവില്ല. ഞാനത് വായിക്കാം. എന്റെ വർത്താനല്ല. അള്ളാഹുവിൽ ഉറപ്പിക്കുന്നതിന്റെ കാര്യങ്ങൾ പറയാം. അള്ളാഹുവിനെ എങ്ങനെയാണ് നമ്മൾ ഉറപ്പിക്കുക? മക്കാമാത്ത്, ഉറപ്പിച്ച ഒരു അവസ്ഥ പറയുന്നത്. ഉറപ്പിച്ചവരുടെ അവസ്ഥ, മക്കാമുകൾ, അവരുടെ മക്കാം. തദ്ബീറിനെ പൂർണ്ണമായി ഒഴിവാക്കി കളഞ്ഞാൽ മാത്രമേ സബ്റാണെങ്കിലും ശുക്രാണെങ്കിലും അത് സ്വഹീഹാവുകയുള്ളൂ. ലാ യസിഹു ശുക്ർ, സബ്റോട് വിശദീകരിക്കുന്നത് നമ്മൾ ചർച്ചയില്ലാത്തതുകൊണ്ട് കയറുന്നില്ല. ലാ യസിഹു ശുക്ർ സ്വഹീഹാവുകയില്ല ഇല്ലാലി അബ്ദിൻ, ഒരു അടിമക്കല്ലാതെ. തറക്ക, ആ അടിമ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് അത്തദ്ബീറ, നിയന്ത്രണത്തെ, അള്ളാഹുവിന്റെ കൂടെ. നിയന്ത്രണം പൂർണ്ണമായി ആർക്ക് വിട്ടു? അപ്പൊ ഇതിൽ എന്റേതൊന്നുമില്ല, റബ്ബിന്റെ തൗഫീഖ്. ഞാനാണ് ചെന്നപ്പോ അയാളെ ഒരുങ്ങിക്കാണ്. എന്റെ റബ്ബിന്റെ തൗഫീഖ്. 25 പറഞ്ഞോളൂ. എന്റെ നാവുകൊണ്ട് റബ്ബതാണ് പറയിപ്പിച്ചു. അയാൾക്ക് കഴിയുമ്പോ നഷ്ടമല്ല. അയാൾ 2 കൊല്ലം മുമ്പ് 10 വാങ്ങിയത് മുതലല്ല. അയാൾക്ക് ലാഭവും കിട്ടി. അവിടെ പൈസ ഡെഡായി കിടന്നതിന് എനിക്ക് 15,000 സെന്റിമേൽ ലാഭമുണ്ട്. അത് 10 വാങ്ങി അമ്മക്കൊക്കെ അറിയണല്ലോ. ഞാൻ 25 എന്റെ റബ്ബ് എന്നെ കൂടെ ചോദിപ്പിച്ചു. എനിക്ക് എത്ര ചോദിക്കണ്ടെന്നും അറിയില്ല. മനസ്സിലാണ്ട് പറഞ്ഞു. പിന്നെ ഒരു വർത്താനം കൂടി പറഞ്ഞു. സാധാരണ അയാൾ എന്തിനൊന്ന് ചാടുന്ന ആളാ, ഇതിനയാൾ ചാടിയില്ല. റബ്ബ് അയാളെ നാവണ നിയന്ത്രിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ചാടിക്കണ ഞാനപ്പം ഇറങ്ങിപ്പോലും. പക്ഷെ ഇത് നടക്കണം, റബ്ബ് നടത്തും. ഇത് റബ്ബിന്റെ അധികാരത്തിലാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്. അപ്പൊ ഓള് പറഞ്ഞു, എന്ത് നിങ്ങളല്ലെങ്കിൽ 2 വർത്താനം പറഞ്ഞ ആരും പറയല്ലേ, ഇതിൽ എന്റെ ഒരു അധികാരമില്ല.
നിന്റെ ഒന്നുമില്ല. ആ ജാതി വർത്താനം പറഞ്ഞ് നന്ദികേട് കാണിക്കല്ലേ. മനസ്സിലാണ്ട് പറഞ്ഞു. ഇനി അയാൾ 100 രൂപ വെള്ളിയെ കൊടുത്താൽ മതി, ശുക്രാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തും കഴിഞ്ഞ ആഴ്ച അങ്ങനത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. ഈ സാധനം പൊട്ടിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. നല്ലൊരു വയലെന്ന് പറഞ്ഞൊരു മൂല്യര്, മനസ്സിലായില്ലേ? എന്നിട്ട് മൂപ്പര് പൊരയിൽ പോയി പെണ്ണുങ്ങളോട് പറഞ്ഞു, എന്ത്, ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞ ഏറ്റവും വലിയ വയലാണ്, ഞാൻ തന്നെയാണോ അത് പറഞ്ഞ, ഞാനാണ് വിചാരിച്ചത്. പറഞ്ഞത് അള്ളാഹിനെ പറ്റിയാണ്. ശുക്രിന്റെ ക്ലാസ് എടുത്തതും. പക്ഷെ ഇപ്പോൾ ഇയാൾ ആരല്ല, ഇയാള് നന്ദിയല്ല ഇപ്പൊ ചെയ്ത്. പറയ്, നന്ദികേടാണ്. ഒരു നന്ദിയാണെങ്കിൽ എനിക്കൊരു അംശം ഇല്ല എന്ന് അബുദാൻ വിശ്വസിക്കണം, അല്ലെങ്കിൽ ഉണ്ടാവില്ല. എന്തിലും ഈ പ്രധാനമന്ത്രി ആയാലും അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആകല്, മുഖ്യമന്ത്രി ആയാലും, മന്ത്രി ആയാലും, MLA ആയാലും, മുതലാളി ആകല്, ഇതൊക്കെ ഓളാണ്. ഓളം എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ഓളം വെള്ളപ്പാച്ചിൽ ഇങ്ങനെ നടക്കുകയാണ്. മലവെള്ളപ്പാച്ചിലോ മല അല്ലാത്ത വെള്ളപ്പാച്ചിലോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുക. അപ്പോൾ അതിന്റെ മേലെ ഒരു പൊങ്ങുതടി ഉണ്ട്. ഇവിടെ പൊങ്ങുതടിക്ക് മനസ്സിലായില്ല. പൊങ്ങുതടിക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തും എന്ന് പറയാനുള്ള അധികാരമുണ്ടോ? എന്തേ ഉള്ളൂ? പടച്ചോനെ, സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിയാൽ മതിയായിരുന്നു. പൊങ്ങുതടിക്ക് ഇവിടെ ഒരു അധികാരമില്ല. എവിടെയാണോ വെള്ളം എത്തുന്നത്, പറയും മനുഷ്യ, എവിടെയാണോ വെള്ളം എത്തുന്നത് അവിടെ പൊങ്ങുതടി എത്തും. നിന്റെ തഖ്ദീർ എന്ന വെള്ളത്തിലാണ് ഈ യാത്ര ചെയ്യുന്നത്. ആ തഖ്ദീർ എവിടെ എത്തോ അവിടെ എത്തും. നിനക്ക് വേണമെങ്കിൽ റബ്ബിനോട് പറയാ, എന്ത്, തഖ്ദീർ നന്നാക്കി തരണേ. നബൈതു സൗമഗദിൻ എന്ന് പറയും പോലെ നബൈതു അൻ അദ്ഹബ ഇലാ സാൻ ഫ്രാൻസിസ്കോ, അസ്സലാമു അലൈക്കും, ഞാൻ സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുകയാണ് എന്ന് പറയാനുള്ള അധികാരമില്ല. മനസ്സിലായില്ല? ചിന്തിക്ക്. രാജാവിനോട് വർത്താനം പറഞ്ഞപ്പോൾ ധനമന്ത്രി എന്നെ ആക്കിക്കൂടെ എന്ന് ചോദിച്ചു. സത്യത്തിൽ അയാൾ ധനമന്ത്രിയാക്കാൻ വേണ്ടി വന്നതാണ്. നിന്നെ കൊണ്ട് കഴിയൂല, നിങ്ങൾ ഏറ്റെടുത്തോളി എന്ന് പറയാൻ വന്നതാണ് ഇയാൾ. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാം ചോദിച്ചു, എന്ത് ചോദിച്ചു? ജഅൽനി അലാ ഖസാഇനിൽ അർളി, ധനമന്ത്രി ഇന്നാക്കി കളി എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, എന്ത്, ഇന്നീ സഅംഗു, ഞാൻ നോക്കട്ടെ. അയാൾ എന്തിനു വന്നതാ? സമ്പത്തിന്റെ മുഴുവൻ അധികാരം യൂസുഫിനെ ഏൽപ്പിക്കാം അലൈഹിസ്സലാം എന്ന് വിചാരിച്ച് വന്നതാണ് സമ്മേളനത്തിലേക്ക്. ഇവരുടെ വട്ടമേശ സമ്മേളനത്തിന് അതിന് വന്നതാ. അയാൾ فلما كلمه قال إنك اليوم لدينا مكين أمين. വർത്താനം പറഞ്ഞപ്പോൾ അയാൾക്ക് ആവേശം വർദ്ധിക്കുകയും ചെയ്തു. യൂസുഫിനോട് സംസാരിച്ചപ്പോൾ കാല, അയാൾ ആത്മകഥം ചെയ്തു പോയി. അയാൾ പറഞ്ഞും ചെയ്തു, മക്കീനും, ഇന്നു മുതൽ നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞു. കാല, അപ്പോൾ യൂസുഫ് എന്ത് പറഞ്ഞു? ധനമന്ത്രിയാക്കി കളി. അപ്പോ അയാൾ പറഞ്ഞു, നോക്കട്ടെ. സനത്തൻ കാമില. പിന്നെ അയാൾ ആലോചിച്ചത് ഒരു കൊല്ലം. ആര് പറഞ്ഞപ്പോ സയ്യിദുന യൂസുഫ്. പിന്നെന്താ, ആയമോട്ട് ചെയ്തു ഞാനും. നോക്കട്ടെയോ. പിന്നെ അയാൾ ഒരു കൊല്ലാണ് ആലോചിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ആയത്തിന്റെ തഫ്സീറിലുണ്ട്. ഈ വർത്താനം പറയേണ്ടിയിരുന്നില്ല. എന്ത്, ഈ നാട്ടിന്റെ ഖജനാവുകളൊക്കെ എന്നെ ഏൽപ്പിച്ചോളി എന്ന വർത്താനം സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം അവിടെ പറയേണ്ടിയിരുന്നില്ല. അപ്പൊ അയാള് ആലോചിക്കട്ടെ,
അങ്ങനെ ഒരു ഉള്ളിലിരിപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കയ്യിട്ട് ഭാരം ബോധ്യം ഉണ്ടെങ്കിലോ അദ്ദേഹം ആലോചിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കും. قال اجعلني على خزائن الأرض إني حفيظ عليم എന്ന്. അത് തദ്ബീറിനെതിരാ. തദ്ബീർ എന്നാൽ തദ്ബീർ ആർക്കാണ്? അല്ലാഹ്. നിയന്ത്രണം ഒക്കെ ആരെ കയ്യിലാണ്? അവൻ തീരുമാനിച്ച് നടക്കും. അവൻ തീരുമാനിച്ചേ നടക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കും. ഓനൊരു അധികാരം ഉണ്ടാവില്ല. ഈ വലിയങ്ങാടി പോയാൽ ലോറി ഓഫീസ് ഉണ്ടാവും. ലോറി പറഞ്ഞാൽ തിരിഞ്ഞില്ലേ? ഞങ്ങൾ അന്തമിട്ടിരിക്കുന്ന ലോറിയോടോ. കോഴിക്കോട് വലിയങ്ങാടിയിൽ ലോറി ഓഫീസ് ഉണ്ട്. ഈ ലോറി ഓഫീസുകളിൽ ചെന്നിരുന്നാൽ അവിടെ അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചെങ്കിൽ സാധനം കയറ്റി ഇന്ന ലോഡ് ഹൈദരാബാദ്, ബോംബെ, വിശാഖപട്ടണം, മനസ്സിലായില്ലേ? ഇങ്ങനെ വിടുന്ന ഓഫീസാണ്. അപ്പോൾ ഡ്രൈവർ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ഡ്രൈവറെ മനസ്സിൽ എന്താ ഉണ്ടാകുക? ഇന്ന് ബോംബെ പോണം ഉണ്ടാവോ? എന്താണ് മനസ്സിലുണ്ടാകുക? ഏത് കൊങ്ങ് കാണാവോ അടുത്ത ലോഡ് പഠിച്ചോനെ. നമ്മളാ മറ്റേ സഹോദരൻ മരിച്ച ആജാദിയുടെ സ്ഥലത്തേക്ക് ലോറി നിർത്തിയിട്ട് മരിച്ചേണ്ട ഗതികേട് വരുവാവും. എന്താ മരിച്ച കുട്ടീൻ്റെ പേര്? അർജുൻ. പഠിച്ചോനെ ആജാദി സ്ഥലത്ത് ലോറി നിർത്തേണ്ട ഒരു ഗതികേടൊന്നും വരുത്തില്ല റബ്ബേ. അവിടെ ചെന്നപ്പോൾ ഓൻ വിചാരിച്ചത് ബോംബെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബോംബെയിലെ കുറച്ച് കച്ചവടക്കാരുണ്ട്. ലോറി അവിടെ ആക്കി കൊടുത്താൽ മറ്റൊരു ലോഡിങ് നടത്തും. ഇവൻ അവിടെ ചങ്ങായിമാരൊപ്പം നല്ലൊരു ഭക്ഷണമൊക്കെ വെച്ച് കൂടി തമാശയും പാലും ബിരിയാണിയും കഴിച്ച് പോരാമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്ത് പറഞ്ഞു? അവിടെ ചെന്ന് നോക്കുമ്പോൾ പറഞ്ഞു അന്നത്തെ ലോഡ് മറ്റൊരു ഇങ്ങനെ നോക്കിയാൽ പറഞ്ഞു അടുത്ത ലോഡ് വിശാഖപട്ടണത്തിൽ കാണാം. ഇയാൾ വിശാഖപട്ടണം എന്ന് പറഞ്ഞ നാടൻ ഏതാന്നൊക്കെയാണ്. മനസ്സിലായോ? ഇയാൾക്ക് ബംഗാളി ഭാഷ അറിയില്ല. മനസ്സിലായില്ലേ? തല കുറിച്ച് മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്ക്. അപ്പൊ ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ അയാൾക്ക് അധികാരമില്ല. ആയിക്കോട്ടെ, ലോറിയുടെ കയറിക്കോ. അയാൾ ഉദ്ദേശിച്ചത് ബോംബെയാ, കിട്ടിയത് വിശാഖപട്ടണം. അൽഹംദുലില്ലാ, ഞാൻ ലോഡ് കിട്ടിയത്. അയാൾ കൊതിച്ചു, ആഗ്രഹിച്ചു. എന്ത്? ബോംബെ ആയെങ്കിൽ. രണ്ടാമത്തെ വരവ് വന്നു. രണ്ടാമത്തെ വരവിനെ അയാൾ ആഗ്രഹിച്ചു ബോംബെ ആയെങ്കിൽ. മറ്റൊരോട് വിളിച്ചു പറഞ്ഞു എന്ത്? മിക്കവാറും ലോഡ് അടുത്ത് ബോംബെയിൽ ഉണ്ടാവും കേട്ടോ. അടുത്ത ലോഡ് കിട്ടിയ മദ്രാസിക്കാണ്. പിറ്റേ ലോഡ് പിന്നെ അത് 15 ദിവസം 1 മാസം കഴിഞ്ഞ് വന്നപ്പോൾ ഭുവനേശ്വറിലേക്കാണ്. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ചുരുക്കത്തിൽ ചങ്ങായിമാര് പറഞ്ഞ് തെറ്റി. ദുആ എന്ത് ദ്വാർന്നു? പഠിച്ചോനെ അടുത്ത ലോഡ് ബോംബെക്കായെങ്കിൽ കിട്ടിയില്ല. പിന്നെ ഒരു ലോഡ് ബോംബെക്ക് കിട്ടി. അപ്പോൾ അവന് പിന്നെ ശുക്രിച്ചു. അവൻ പരിഭവം ഉണ്ടില്ല. എത്ര ദ്വാർന്നു? എന്താ ദ്വാർന്നോട് കാര്യം? അടുത്ത മജ്ലിസിന്നൂറിന്റെ ചോറിന്റെ വകാറ് ഇങ്ങോട്ട് ദ്വാരം. മൂല്യന്മാർ മുഴുവൻ ദ്വാർപ്പിച്ചു. നല്ല ദ്വാന്റെ പെരും ദ്വാൻ. മൂല്യന് മണിക്കൂർ കണക്ക് ദ്വാർന്നു. അവന് ബോംബെക്ക് ലോഡ് കിട്ടണം പഠിച്ചവന്. അതോടുകൂടെ അവന് മൂല്യനുള്ള വിശ്വാസം തന്നെ പോയി. മനസ്സിലായോ? ചിന്തിക്ക്. നമ്മൾ അവനെ അവിടെ സബർ ചെയ്യാൻ വേണ്ട ഒന്നുമില്ല. ഒരു മൂല്യം ആശ്രയിച്ചില്ല. ദ്വാരുന്നു വറക്കണമെന്ന് പറഞ്ഞു. ഒന്നും ആലോചിച്ചു. പിന്നെ 1 കൊല്ലം ബോംബെക്ക് ലോഡാണ് കിട്ടിയില്ല. അപ്പോഴൊക്കെ എന്ത് ചെയ്തു? ഉള്ളതിൽ തൃപ്തിപ്പെട്ടു. എന്തേ? എന്റെ റബ്ബ് ഖൈറേ ചെയ്യുള്ളൂ. പിന്നെ ഒരു ലോഡ് കിട്ടി. ആ ലോഡിന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾക്കും അവനെ ബോധിച്ചു. അപ്പൊ ഈ മുതലാളി ആ മുതലാളി തമ്മിൽ ഒത്തു. നീ ഇവനെ കോഴിക്കോടിന്റെയും ബോംബെന്റെയും ഇടയിലുള്ള ടൈലർക്ക് വണ്ടിക്ക് ഡ്രൈവറാക്കുക. പിന്നെ അവന് റിട്ടയർഡ് ആവുന്നത് വരെ വേറെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നില്ല. അപ്പോൾ ക്ഷമിച്ചതിന് അവന് പ്രതിഫലം കിട്ടി. തദ്ബീർ ആരുടേതാണ്? അല്ലാഹു. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തോണ്ടോ ചെയ്തോണ്ടോ കിട്ടൂല. നമ്മൾ UDF ആയി കൊണ്ട് അതൊക്കെ ചെയ്യുന്നു. മനസ്സിലായില്ലേ പറഞ്ഞത്? തലക്ക് 2 അടി കൊടുത്തു. അടുത്ത ഭുവനേശ്വറിലേക്കാണ് എന്ന് അയാൾ പറഞ്ഞപ്പോ മനസ്സിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങണൂടെ തല പിറ്റി.
നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലല്ലേ? ഇതൊന്നും മയനല്ല. ഇതൊക്കെ അള്ളാഹനെ സ്ഥാനപ്പെടുത്തുക. വിധിച്ചത് തലയല്ല. ആരാ? അള്ളാഹുവാണ്. ഒന്നുമില്ല. റബ്ബ് എന്ത് വിധിച്ചാലും വേണ്ടില്ല. ഇത് മുഅ്മിന. ഇതിനാണ് മുഅ്മിനാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാല് രാവും പകലും നിസ്കരിക്കുന്നവന് എന്ന് പേര്, ഉത്തരം അങ്ങനെയൊക്കെ എഴുതി വെക്കാൻ തുടങ്ങിയത് 25 കൊല്ലമായിട്ടുള്ളൂ. പണ്ടൊന്നും അങ്ങനെയല്ല. ഇപ്പൊ മുഅ്മിൻ പറഞ്ഞാൽ ഗ്യാസ് പോകാൻ കണക്കാക്കിയിട്ട് മേപ്പെട്ടാക്കി കിടക്കാം. ഇപ്പോഴത്തെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അതാണ്. നല്ല ബാക്കിൽ സീറ്റിലൂടെ ഗ്യാസ് പോകാൻ കണക്കാക്കിയിട്ട് മേപ്പെട്ടാക്കി മേപ്പെട്ടാക്കി കിടക്കുന്നവന്റെ പേരാണ് ഇന്നത്തെ കാലത്തെ മുഅ്മിൻ. അതിപ്പോ 25-35 കൊല്ലം അത്രയായിട്ടുള്ളൂ. 35 കൊല്ലം ഉണ്ടാവില്ല, 25 കൊല്ലം. പണ്ട് അങ്ങനെയല്ല. ആദം നബിന്റെ കാലം മുതൽ കഴിഞ്ഞ 25 കൊല്ലം മുമ്പ് വരെ അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവനാണ് മുഅ്മിൻ എന്നാണ്. നിസ്കാരം ചിലപ്പോൾ കുറവായിരിക്കും, നാലാൾ മുഅ്മിനായിരിക്കും. നിസ്കരിക്കേണ്ടെന്നല്ല, ഭയങ്കര വിശ്വാസമായിരിക്കും. റബ്ബിനെതിരായ ഒരു വാക്ക് പറയില്ല. റബ്ബിന്റെ തഖ്ദീറിനെതിരായ ഒന്നും പറയാം. നമുക്ക് നിസ്കാരമുണ്ട്, ദിക്റുണ്ട്. അന്നില്ലാത്തൊരു ജനത അവിടെ കഴിഞ്ഞു. തെരുന്ന നിസ്കാരവും ദിക്റും ഇല്ലാത്ത, പക്ഷെ അവർക്ക് എന്തുണ്ട്? ഈമാനുണ്ട്. ഈമാൻ എന്താ? ശുക്ര. അവരാഗ്രഹിക്കും. നടന്നാലും അൽഹംദുലില്ലാ, നടന്നിട്ടില്ല അൽഹംദുലില്ലാ, ഒരു പ്രശ്നമില്ല. അപ്പൊ കൈ കിട്ടിയെന്ന് പള്ളിക്ക് കൊടുക്കലല്ല ശുക്ർ. അതൊക്കെ ലാസ്റ്റാ. കൈ കിട്ടിയെന്ന് പള്ളിയെ കൊടുക്കുക, മദ്രസയിൽ കൊടുക്കുക. ഇതൊന്നും അത് ശുക്ർ. ശുക്ർ എന്നാൽ തദ്ബീർ ആർക്ക് വിടണം? തദ്ബീർ എന്നാൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരം. അതിന് തൃപ്തിപ്പെടുന്നു. എന്തായാലും വേണ്ടില്ല. ഇതിന് ഖൈറിൽ അവസാനിക്കും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോഴും വിചാരിക്കുമ്പോഴും നിങ്ങൾക്കത് വെറുപ്പായി തോന്നും. ഫഹുവ ഖൈറുൽ ലക്കും. പിന്നീട് അതിന്റെ ഖൈർ നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഉറപ്പ്. ഒരു ട്രെയിനിങ്ങിന്റെ പീരിയഡിൽ പോലീസ് പട്ടാളത്തിലുള്ളവർ പലരും പാഞ്ഞു പോയ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ട്രെയിനിങ് സഹിക്കാൻ കഴിയാതെ. കാരണം അതൊരു ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. അടി കിട്ടും. അവിടെ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. അടി, ബൂട്ടിട്ട്, ചവിട്ട്, മേലധികാരി ഇതൊക്കെ കിട്ടും. പക്ഷെ പിന്നെ ഓൻ ട്രെയിനിങ്ങിൽ അവൻ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൻ തന്നെയാണ് SI, അവൻ തന്നെയാണ് സർക്കിള്, അവൻ തന്നെയാണ് DYSP, അവൻ തന്നെയാണ് IG, അവൻ തന്നെയാണ് ചിലപ്പോൾ DGP. പക്ഷെ ക്ഷമിക്കണം. ഏത് പീരീഡിൽ? ട്രെയിനിങ് തന്നെ ജീവിതമാണ് ട്രെയിനിങ്. അല്ലാഹു لا يصح الشكر إلا لعبد ترك التدبير مع الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൂടെ ഏതെങ്കിലും ഒരു തദ്ബീർ നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ശുക്ർ സ്വഹീഹാവുകയില്ല. അവന്റെ ശുക്രായി അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു കാരണവശാലും അംഗീകരിക്കുകയില്ല. അവനൊരു ശുക്രുള്ള ആളായി റബ്ബ് പരിഗണിക്കുകയില്ല. ببابي أوقف الأعمال ترى ولا تأتي لحضرتنا بزادي وكن عبدا لنا والعبد إرضاء بما تقلل موالي من مرادي. ചിന്തിക്കാൻ പേരിക്ക് വലിയ അർത്ഥം. ബിബാബി എന്റെ വാതിൽക്കൽ ഔഖിഫിൽ അമാല എല്ലാ കൊതികളെയും നീ ഇടണം. വാതിൽക്കലിടണം. ബിബാബി എന്റെ വാതിൽ ഔഖിഫ് നീ നിർത്തുക അൽ അമാല ആഗ്രഹങ്ങളെല്ലാം തുറൻ മൊത്തത്തിൽ. ഒരു കൊതിയും പുറത്തു കൊണ്ടുവരുന്നു. എല്ലാ കൊതിയും കൊണ്ട് എവിടെ ഇടണം? എന്റെ അള്ളാഹു പറയുന്നത് പോലത്തെ ഒരു കവിത. അത് അടിമയോട് അള്ളാഹു പറയാം. ഖുർആൻ മൊത്തം മറിച്ചു നോക്കി അതാ കിട്ടുക. നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ആയത്ത് വളരെ കുറവാണ്. യഖീനാണ് ആയത്ത്. നമുക്ക് യഖീനില്ല. എന്തുണ്ട്? നിസ്കാരം. ബിബാബി യഖീനുണ്ടെങ്കിൽ മതി. യഖീനുണ്ടെങ്കിൽ മതിയേ. ബിബാബി ഔഖിഫിൽ അഅമാല തുറാ. ബിബാബി എന്റെ വാതിൽക്കൽ ഔഖിഫിൽ അമാല
നിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും നീടണം. തുറൻ എല്ലാം കൊണ്ടിടുക. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു വിധിക്കും, അഫൂവാണ്. പറഞ്ഞില്ലേ നമ്മളിപ്പോ ജില്ലയിലെ അള്ളാഹു ആരാണ്? അഫൂവാണ്. കുറ്റണെങ്കിൽ മാപ്പ് തരും, നടത്തിത്തരും, എല്ലാം പേടിക്കണ്ട. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നീ മനസ്സറിഞ്ഞ് പറഞ്ഞോ അള്ളാഹുവിന്റെ വാതിൽക്ക് കൊണ്ടുപോയത്. ഞാൻ പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ടി ആഗ്രഹിച്ചു, നോമിനേഷൻ കൊടുത്തു. ആളുകളൊക്കെ എന്റെ പിന്നാലെ കൂടി. ഖാസിം ഉസ്താദ് മിക്കവാറും ജനറൽ പ്രസിഡന്റ് സ്ഥാനം ജനറൽ ആയതുകൊണ്ട് ഖാസിം ഉസ്താദിനായിരിക്കും ഇക്കൊല്ലത്തെ ഈ 5 കൊല്ലം നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണൊക്കെ എന്റെ ചവിട്ടിൽ ഞാൻ കേട്ടപ്പോ ഞാൻ എന്നാണ് അന്തമുട്ടുപോയി. കാരണം നമ്മളെ വാർഡാണ്, എന്താണ് നമുക്ക് കിട്ടും. പിന്നെ എല്ലാവരും എൻ്റെ കൂടെയുണ്ട്. പിന്നെ പോലും എന്നെ പോലെ ഒരാളെ വേറെ കിട്ടാനുമില്ല. അത് എനിക്കറിയാം. അത്രയും വലിയ ആളല്ലേ, വലിയ മാനല്ലേ. അപ്പൊ ഞാനിങ്ങനെ എല്ലാവരും പോലെ ഇടക്കിടക്ക് ചായ കുടിക്കുമ്പോൾ മറ്റൊരുത്തൻ ചായൻ്റെ ഇടയിൽ കുടിച്ചുകൊണ്ട് മിക്കവാറും ഖാസിം ഉസ്താദിനെ ആയിരിക്കും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ മറ്റോ പറഞ്ഞു, ഞാനത് ഇന്നലെ എൻ്റെ പേര് ചെന്നപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞാണ് നല്ലോണം നയിച്ചോളി, ഇതിനും ഞങ്ങളോടൊന്നും കുറ്റം പറയില്ല. മറ്റങ്ങൾ പൊരിയെന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ ചീത്ത ഇത് ഞാൻ പറയില്ല. കാരണം ഇത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. മിക്കവാറും നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഖാസിം ഉസ്താദ്. അപ്പൊ ഞാനത് പടച്ചതമ്പുരാൻ എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് മെമ്പർ വരെ ആക്കാൻ തീരുമാനിച്ചിട്ടു. എങ്കിൽ വോട്ടെണ്ണുന്ന ദിവസം കവുന്നടന്നാണ് കാര്യമുണ്ട്. ആള് മേലോട് ആളോ സത്താർ ആദൂർ എന്ന ഒരു സ്നേഹിതനുണ്ട്, നമ്മളൊരു ഗുണകാംക്ഷിയാണ്. അവൻ്റെ കഥകള് ചെറുകഥകള് ഒക്കെ എനിക്ക് അയച്ചു തരലുണ്ട്. അവൻ്റെ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ചെറുകഥാ സമാഹാരമുണ്ട്, ലോകത്തെ ഏറ്റവും ചെറിയ ചെറുകഥ. അതിൽപ്പെട്ട ഒരു ചെറുകഥ ഞാൻ ഒരിക്കൽ വായിച്ചു, സത്താർ ആദൂർ. അതൊരു കേച്ചം. ഇപ്പം എന്താണ്? ഇലയെണ്ണിയപ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വരെ ഇലയെണ്ണിയപ്പോൾ എൻ്റെ പിന്നിലായിരുന്നു ആളുകൾ കൂടുതൽ. പിറ്റേ ദിവസം വോട്ടെണ്ണിയപ്പോൾ എൻ്റെ എതിരാളിക്കാണെങ്കിൽ പോലും. ഇതാണ് ഒരു ചെറുകഥ. മനസ്സിലായി? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇലയെണ്ണിയപ്പോൾ എനിക്കായിരുന്നു ആളുകൾ കൂടുതൽ. പിറ്റേന്ന് വോട്ടെണ്ണിയപ്പോൾ എൻ്റെ എതിരാളിക്കാണെങ്കിൽ പോലും തലേന്ന് ഇലയെണ്ണിയപ്പോൾ ഞാനാണ് ജയിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം വോട്ടിന്റെ പിറ്റേ ദിവസം വോട്ടെണ്ണിയപ്പോൾ എൻ്റെ എതിരാളിയാണ് ജയിച്ചിരുന്നത് എങ്കിൽ പോലും തലേ ദിവസം ഇലയെണ്ണിയപ്പോൾ ഞാനാണല്ലോ ജയിച്ചത്. ഇത് കണ്ടിട്ട് വഞ്ചിതനാകണ്ട. മനസ്സിലായോ? എല്ലാരും നിർബന്ധിച്ചു, അങ്ങനെ കൊണ്ടേയാക്കി. ആയിക്കോട്ടെ, ജയിച്ചു, അൽഹംദുലില്ലാ. തോറ്റു, അൽഹംദുലില്ലാ. തോറ്റ് അതൊരു ഖൈറായിരിക്കും. ചിലപ്പോൾ അതിലൊരു ഖൈറുണ്ടാവും, ചിലപ്പോൾ തോറ്റൊരു ചെറുണ്ടാവും. എന്തേ? വോട്ട് പിടിക്കാൻ നടക്കേണ്ട ഇടയിൽ 10-15 ദിവസം ഒപ്പം നടക്കുമ്പോൾ ഒരു ചെങ്ങായി എന്നോട് അങ്ങനെ പറഞ്ഞു, നമുക്ക് ഒമാനിൽ നല്ലൊരു സീസൺ കച്ചവടം ഉണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും നിങ്ങൾ എങ്കിൽ പോലും വോട്ട് എണ്ണിയാൽ നമുക്ക് വേഗം എന്ത് ചെയ്യണം, വോട്ട് കഴിഞ്ഞാൽ നമുക്കൊന്ന് കയറണം, നല്ല 10 ഉറുപ്പ്യ ഉണ്ടാക്കാം. നല്ലതാണ്. ഇവിടെ ഇത് നോക്കി കുത്തിരിക്കണം, അത് പൈസ പോവുകയുള്ളൂ. എല്ലാ കല്യാണത്തിനും 1000 ഉറുപ്പ്യ വെച്ച് കൊടുക്കണം. ഞായറാഴ്ചകൾ 25-35 കല്യാണം ഉണ്ടാവും പഞ്ചായത്ത് പ്രസിഡന്റിന്. 35,000 ഉറുപ്പ്യ അന്ന് പോകും. 500 വെച്ചാൽ പോലും പ്രസിഡന്റിനെ വോട്ടിട്ടൂല. അപ്പൊ എത്ര വെക്കണം? 1000 വെക്കണം. അങ്ങനെ ഒരു മാസത്തിൽ കല്യാണത്തിന് പോകാൻ തന്നെ പ്രസിഡന്റിന് എത്ര വേണം? 2 ലക്ഷം ഉറുപ്പ്യ ഇടും. പിന്നെ 10 ലക്ഷം കക്കണമെന്നുണ്ട്. 2 ലക്ഷം പോയ പ്രശ്നമല്ല. അന്തുള്ള ഒരു പ്രസിഡന്റ് ആവില്ല. കാരണം കല്യാണത്തിന് മുഴുവൻ 1000 ഉറുപ്പ്യ വെക്കണം. എല്ലാവരും നോട്ട് ചെയ്യും പ്രസിഡന്റ് എത്രയാണ് കവറിലിട്ട്. ഇല്ല, പിന്നെ പൈസ ഇടാതെ കവർ കൊടുക്കണ്ടേ, അതുള്ള ഉളുപ്പ്. അങ്ങനത്തെ പ്രസിഡന്റ് ഉണ്ടായിട്ട് പുറത്തു പറയണ്ട. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ മനസ്സിലായില്ലേ? തോറ്റു, പൊട്ടി. പിന്നെ മാനക്കേട് സഹിക്കാൻ വയ്യാതെ ഒമാനക്ക് കയറി. ചെങ്ങായി നോക്കുമ്പോ അവിടെ പൊട്ടിപ്പാറിയ സീസണാണ്. കച്ചവടം തുടങ്ങി. അടിച്ചെടുക്കരുത്. മാസം 8-10 ലക്ഷം ഉറുപ്പ്യ ലാഭം. കടമൊക്കെ വീട്ടി, തെരഞ്ഞെടുപ്പിന് പൈസ അത് വീട്ടി, പണ്ടത്തെ കടം വീട്ടി, മകൾക്ക് കൊടുക്കാൻ ബാക്കിയുള്ള പണ്ടം കൊടുത്ത്, ബാക്കിയുള്ളവരൊക്കെ പണ്ടായി കെട്ടിച്ച് സൂപ്പർ മാർക്കറ്റിന് ഭൂമി വാങ്ങി. അങ്ങനെ 10,000, 25,000, 50,000, 2 ലക്ഷം, 3 ലക്ഷം ഉറുപ്പ്യുള്ള
വാടക കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തിന് നിലവിലുള്ള പ്രസിഡന്റ് കട്ടിട്ട് നരകത്തിന്റെ സീറ്റ് ഉറപ്പിച്ചെങ്കിൽ ഇവന് ഹലാലായി അധ്വാനിച്ചിട്ട് നാട്ടിലൊക്കെ നന്മ ചെയ്ത് ഓൻ സ്വർഗത്തിന്റെ സീറ്റ് ഉറപ്പിച്ചു. ചില കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണെങ്കിലും പിന്നീട് ഖൈറാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. തദ്ബീർ ആർക്ക് കിട്ടും? എന്താ തീരുമാനിച്ചു? ഒന്നും കരയണ്ട, ഒന്നിനും കരയണ്ട. ആരെ മുന്നിൽ കരഞ്ഞു? അല്ലാ, പേടിക്കണ്ട. മോഹ ഭംഗം വന്ന ആളുകൾ ഈ ക്ലാസ്സിലുണ്ട്. എനിക്കോരറിയാം, നിങ്ങൾക്കറിയില്ല. ഒരുപാട് പേരുള്ളത് മോഹഭംഗം മോഹത്തിലെത്തുമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാതെ രാവിലത്തെ ഒരു ചായയും നെയ്യപ്പവും കിട്ടാൻ വേണ്ടി വരുന്നവരല്ല അവര് മോഹഭംഗത്തിൽ വന്നവരാണ്. എനിക്ക് എന്നോട് പറയാനുള്ളത് മോഹം തന്നെ ഒഴിവാക്കണം. അള്ളാന്റെ വാതിൽക്ക കൊണ്ട് കിട്ട എന്ത് ദിശ തീരുമാനിക്കും പോലെ, പിന്നെ മോഹമില്ലല്ലോ. മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങൾക്ക് മനക്കോട്ടകൾ അധികരിക്കും. പെണ്ണിന് ഈ പെണ്ണ് മോശപ്പെട്ട ആളായതുകൊണ്ടൊന്നല്ല, മനക്കോട്ടകൾ കിട്ടാൻ ഏറ്റവും വിരുദ്ധന്മാരാണ് ആര്? പെണ്ണുങ്ങൾ. പഴയ കാലത്ത് ആണുങ്ങൾക്കൊരു ഒരു ഒരു പരിധി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകൂല. ആഖിർ സമാനിൽ പെണ്ണ് പറഞ്ഞത് ആണ് കേൾക്കൂ. ഇന്നത്തെ രീതി അങ്ങനെ. ഷറഫുഹും മതാഉഹും, ഒരു അവസാന കാലഘട്ടമായാൽ അവരുടെ കയ്യിലുള്ള വിഭവങ്ങളായിരിക്കും അവരുടെ മഹത്വം. അവൻ സഞ്ചരിക്കുന്നത് മറ്റേ എന്താ പറയാ, വലിയ കാറിന് എന്താ പറയാ, റോൾസ് റോയ്സ് ഒന്നും ഇവിടെ ആകും. കാരണം മനുഷ്യന്മാര് പറഞ്ഞല്ലോ പറയാം എത്തട മറ്റേ അതിന് 3 ഇങ്ങനെയൊക്കെ 3 അടയാള ബെൻസ് ആണല്ലോ, എനിക്കറിയണ വലിയ കാര്യം. അങ്ങനെ മനസ്സിലായില്ലേ? ബെൻസിൽ യാത്ര ചെയ്യുന്നവന് മാത്രം ഉണ്ടാവും ആ മൂല്യം ബെൻസിലാ വന്ന. പക്ഷെ ഇവർക്ക് അലിഫ് പാവും കൂട്ടി വായിക്കാൻ അറിയില്ല. മറ്റേ ആള് നടന്നാ വന്നത്, ഓൻ ആര്യമുല്ലാമയാണ്, ഓൻ ആരോട്ട് വില വെക്കും. മനസ്സിലായില്ല? ഒരു സദസ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നപ്പോൾ നടവരും പത്ത് നിൽക്കുന്നുണ്ട് ഒരു ആലിം. അപ്പോൾ അവരെ ആ കാര്യം ശ്രദ്ധിക്കാതെ വണ്ടിയെടുത്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ 6 മാസം കഴിഞ്ഞപ്പോൾ ആ ആലിം സമസ്തയുടെ പ്രസിഡന്റായി. അപ്പോൾ ഇവര് എന്നോട് പറഞ്ഞു, അന്ന് മൂപ്പരും കൂടി കയറ്റിയാൽ മതിയായിരിക്കും. ആ പ്രസിഡന്റ് മരിച്ചുപോയി. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. എൻ്റെ മനസ്സിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്ത ചില ഓർമ്മകളിൽപ്പെട്ടതാണിത്. ഒരു ആള് 2 ആൾ എന്നോട് വന്ന് പറഞ്ഞു, മൂപ്പരവിടെ ഞങ്ങൾ മയ്യത്ത് അടക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ വരുമ്പോൾ മൂപ്പരൊക്കെ ഉണ്ട്. പിന്നെ മൂപ്പര് പ്രസിഡന്റ് ആവും നമുക്ക് എങ്ങനെ അറിയും? മൂപ്പര് സമസ്തന്റെ പ്രസിഡന്റ് ആക്കുകയാണെങ്കിൽ അന്ന് നമ്മളൊരാൾ ഇറങ്ങിയിട്ട് മൂപ്പര കയറ്റും. എന്റെ ആലിമാണ്, ഒരു വിലയില്ല, കാറും ഓട്ടോറിക്ഷ ഇല്ലാതെ നടക്കാണ്, അവന് വിലയില്ല. പിന്നെയോ പ്രസിഡന്റായി, അപ്പൊ പിന്നെ വിലണ്ടായി. ഒക്കെ നടന്ന കാര്യം ഞാൻ ഓർത്ത് പറയാം. എന്ത് അതൊക്കെ നമ്മളെപ്പോലത്തെ ജാഹിലിങ്ങളുടെ അവസ്ഥ. ആലിമിനല്ല അവരൊക്കെ ഷറഫും മതാഉം. അവസാന കാലം വന്നാൽ അവരുപയോഗിക്കുന്ന മതാആയിരിക്കും അവരുടെ ഷറഫ്. വഖബിലത്തുഹും നിസാഉഹും, അവരുടെ അഖബില പെണ്ണുങ്ങളായിരിക്കും എന്ന് റസൂൽ മുസ്തഫ. മനസ്സിലായില്ല? അവരുപയോഗിക്കുന്ന സാധനമായിരിക്കും അവരുടെ ഷറഫ്. അപ്പം വലിയ വലിയ സാധനങ്ങളിൽ യാത്ര ചെയ്യും, വലിയ പെന്ന് വെച്ച് വലിയ എന്താ പറയാ ഐഫോണാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന് വില ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പൊ അതിനൊരു വില ഉണ്ടാവും, ഒരു വെയിറ്റ്. ശൈത്താന്റെ മുദ്രയാണുള്ളത്. പക്ഷെ അത് കണ്ടാൽ അറിയാതെ 25,000 റുപ്യന്റെ കുപ്പായാണ്. ശൈത്താന്റെ മുദ്രയാണെങ്കിലും 25,000 കുപ്പായ ഇട്ടാൽ അതിന് വില ഉണ്ട്. ശൈത്താന്റെ മുദ്രക്ക് കുഴപ്പമില്ല, ഒതന്നെ ശൈത്താനാണല്ലോ. മനസ്സിലായില്ല? ചിന്തിക്ക്. കൊമ്പുള്ള സാധനങ്ങളൊക്കെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു ഉദാഹരണമാണ്, പറയണ്ട, പറഞ്ഞാൽ തീരൂല. അവരുടെ ഖിബില നിസാഉഹും, അവരെ പെണ്ണുങ്ങളായിരിക്കും. പെണ്ണ് പറഞ്ഞാൽ സ്വീകരിക്കുള്ളൂ, പെണ്ണിന് മോഹം അധികരിക്കും. അപ്പൊ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇവൻ മോഹം കൂട്ടും. പെണ്ണല്ലേ ഖിബില. എന്നിട്ട് ആ പടച്ചവനോട് പറയും നടക്കൂല. പിന്നെ പടച്ചവന്റെ വിശ്വാസം തന്നെ ഇല്ലാതെയോ. ഒരു മോഹമൊക്കെ ഉണ്ടാകാം, പക്ഷെ അത് അവിടെ കൊണ്ടിടണം. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നിന്റെ മോഹങ്ങളെ മുഴുവനും എന്റെ വാതിൽക്കൽ കൊണ്ടുവന്നിടണം. ഞാൻ വിധിച്ചതാകണം നിന്റെ മോഹം.
റബ്ബിന്റെ അടുത്ത് വാതിൽക്കൽ മോഹം കൊണ്ടിട്ടു. റബ്ബെ, ഞാനും എൻ്റെ പെണ്ണുങ്ങളും കൂടി ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. അത് നിനക്കിഷ്ടാണോ? നടത്തിക്കൊണ്ട. ഇല്ലേ, നടത്തും വേണ്ട. എനിക്ക് നിനക്കിഷ്ടമില്ലാത്തൊന്നും ഇഷ്ടമില്ല. റബ്ബ് നടത്തിക്കൊണ്ടെന്നില്ല, കൊടുത്തില്ല. അൽഹംദുലില്ലാ. 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ നിനക്ക് ബോധ്യപ്പെടും അത് നടത്തി തരാത്തതിലുള്ള ഖൈർ. മനസ്സിലുണ്ട്. വളരെ ചിന്തിക്കണം. നമ്മൾ വീട്ടിലേക്ക് ഒരു വഴിയില്ലാത്ത ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ. ഒരു വീട്ടിലേക്ക് നല്ല വഴിയില്ല. അപ്പോൾ വീട്ടിലേക്ക് വഴിയില്ലാന്ന് എന്നോട് വന്ന് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8-10 ലക്ഷം ഉണ്ടാവും. വീട്ടിലേക്ക് വഴി കിട്ടുമെന്നായി. അപ്പോഴും കച്ചറ. 5 വക്ത് നിസ്കരിക്കുന്ന ആളാണ് ഈ ക്ലാസ്സിലുണ്ട്. 5 വക്ത് നിസ്കരിക്കും. ഒരു പഠിച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അല്ലാഹു തആല നമ്മളൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. അപ്പൊ ഇപ്പൊ നടക്കണില്ല. പ്രയാസം, ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ കൊല്ലം നടക്കൂല, അടുത്തുള്ള നടക്കൂല, പിന്നെ നടക്കൂല. മറ്റൊരുക്കൊക്കെ നടക്കും. മറ്റൊരൊക്കെ മക്കളാണ്, ഓൽക്കൊക്കെ നടക്കും. നിനക്ക് നടക്കൂല. എന്റെ കാര്യം ആ തിരുപ്പന്മാരെ കോളനിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാവും. നല്ല 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 ഉഷാറുള്ള നല്ല ആൺകുട്ടികളുണ്ട്. ഈ ആൺകുട്ടികൾ നിന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ നല്ല ഉഷാറിലെത്തും. അപ്പോൾ പിന്നെ അവിടെ പാർക്കിൽ അവർക്ക് മാനക്കടവും. പിന്നെ അവിടെ റോഡിന് സൈഡിൽ 500 മീറ്റർ നല്ല ഫ്രണ്ടേജ്, 1 കിലോമീറ്റർ ഫ്രണ്ടേജ് ഉള്ള നല്ല 1-ാം നമ്പർ ഭൂമി കുട്ടികളാണ് വാങ്ങും. ബാപ്പാന് തീരുമാനമാവും. അവിടെ ബമ്മാടം കിട്ടും. നാട്ടിലുള്ള നേതാക്കന്മാരും ആലിമീങ്ങളും ഒക്കെ വീട്ടിൽ വരും. എങ്ങനെയാണ് ഞാൻ ഉസ്താദന്മാരെ തങ്ങന്മാരെ വിളിക്കുക? എൻ്റെ പൊരേക്ക് മര്യാദക്ക് ഒരു വഴി കിട്ടിയാൽ പോലും ആ വഴി പോരാ. ഓനൊക്കെ അത് മോശമായി തോന്നൂലേ എന്ന് അപ്പൊ തോന്നേണ്ടി വരില്ല. ഏതൊരാളും ഒരു പക്ഷേ ആയ ഒരാള് നിനക്ക് ഫോൺ ചെയ്യും, എവിടെ ഉണ്ടോ? എനിക്ക് ഇന്നാലിന്റെ സ്ഥലത്തൊരു സംഗതി ഉണ്ട്, കുപ്പായം മാറ്റണം. എൻ്റെ പേര് ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതാണ്. അപ്പൊ എൻ്റെ ഈ വെള്ളം ചൂടാക്കി ആലിമിനൊരു ഭക്ഷണം ഉണ്ടാക്കി. അവരത് കഴിച്ച് അവരെന്ത് ചെയ്തു? കുളിച്ച് വസ്ത്രം മാറ്റി എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് ഒന്ന് ദ്വാർന്ന് പഠിച്ചവനെ ഈ സൗകര്യം ചെയ്ത ആൾക്ക് റഹ്മത്ത് ചെയ്യണേ. ഒരു ആലിമ ദ്വാർന്ന് പോയി. അതിനെന്തേ? ആരും എൻ്റെ വീട് കണ്ടാലറിയും എൻ്റെ വീടാണ്. അത് അള്ളാഹിന്റെ തഖ്ദീറിൽ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇപ്പൊ മോങ്ങണെന്തിനാ? മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഈ സദസ്സിലുണ്ടാവുക എന്തിനാ പേടിക്കണം? അവിടെ രാജാതിരാജന്റെ വാതിൽക്കൽ കൊണ്ടുപോയിട. എന്ത് ആഗ്രഹങ്ങൾ സമയത്ത് അവസാനിപ്പിക്കണം. രാജാതിരാജ് ഒറ്റ ക്ലാസ് കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ചെവി ഒന്ന് കൂർപ്പിച്ചിട്ട് ഈ വരിന്റെ അർത്ഥം കേൾക്ക്. ഒക്കുൻ അബ്ദൻ, നീ ദാസന, ലന എന്റെ. ദാസനായാൽ തൃപ്തിപ്പെടും. ബിമാ തഖദിൽ മവാലി, ഉടമക്കാർ എന്താണ് വിധിക്കുന്നത് അതിൽ ഇഷ്ടപ്പെടുന്നവനാണ് ആര്? ദാസൻ. മിൻ മുറാദി, ഉദ്ദേശം നിന്റേതാവില്ല, ആരുടേതാവും? ഉടമക്കാരൻ്റെതാവും. ഉടമക്കാരൻ വിധിച്ചതെല്ലാം ഇഷ്ടപ്പെടുന്നവനാണ് യഥാർത്ഥത്തിൽ അടിമ. നീ ആരാകണം? അടിമയാണ്. ഈ അടിമയാകാന്ന് പറഞ്ഞാൽ 6 റക്അത്ത് നിസ്കരിക്കലല്ല. 1000 റക്അത്ത് നിസ്കരിച്ച് ഇറങ്ങുമ്പോഴും ഛേ എന്ന് പറയും. എന്തേ നിനക്ക് നിസ്കരിച്ചിട്ട് എന്താ കാഫ്രിച്ചൊന്നും വ്യത്യാസം ഉണ്ടോ ഇല്ലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? 1000 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങും. പിന്നെന്താ പറയാ? ഛേ, നമ്മളെ പോലത്തെ നിസ്കരിച്ചിട്ടും കാര്യമല്ല. ഇപ്പൊ ആരായി? പറയടാ ചങ്ങ, എന്തിനാ പേടിക്കണേ? ഇപ്പൊ ആരായടാ? കാഫിറായടാ, പക്ക കാഫിർ. നിസ്കരിക്കാൻ തുടങ്ങി. 1000 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അങ്ങനെയൊക്കെ നിസ്കരിച്ചിടണ്ട. നിസ്കാരം കഴിഞ്ഞ് നട്ടപ്പാതിരക്ക് പള്ളിയൊക്കെ പൊരയെ ചെന്നിട്ട് പെണ്ണുങ്ങളോട് പറയാണ് എന്ത്? ഞാനൊരു 1000 സുജൂദാണ് ഒപ്പിച്ചു. അതിലൊന്നും വലിയ കാര്യമല്ല. പരലോകത്ത് കിട്ടും, പരലോകത്ത് കിട്ടിയാൽ പരിപാടിയും കിട്ടണം. ഇപ്പൊ ആരായി? കാഫിറായി. ഇനി അള്ളാഹുവിനെ നിഷേധിക്കുന്നവനായിട്ടാണ് എൻ്റെ ഭാര്യയെ ക്ഷയിക്കുന്നത്. അതിലൊരു കുട്ടിനെങ്കിൽ ഓൻ കാഫിർ അല്ലാതെ പിന്നെ എന്താണ്ട്? എൻ്റെ ഭാര്യന്റെ കൂടെ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് പറഞ്ഞ വാക്കണ്ട. പറയട ചങ്ങായി, എന്താ കുഫ്രിന്റെ ഇനി അതിലും കുട്ടിണ്ടായാൽ എങ്ങനെയാണ് നന്നാവുക? മദ്രസ കമ്മിറ്റി മുഅല്ലിമിനെ ചീത്ത പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. മനസ്സിലായില്ല? മദ്രസ കമ്മിറ്റിനെ ചീത്ത 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചതാ, വലിയ കാര്യമല്ലേ? എങ്ങനെ കഴിയും?
എടാ കാഷ്ടമായ ആയത് ഡോബിയുടെ മുന്നിൽ കൊടുത്താലേ ഡോബിക്ക് അത് കഴിക്കാൻ പറ്റുള്ളൂ. കാഷ്ടം കൊടുത്താലോ? കാഷ്ടം ഡോബിക്ക് കൊടുത്താൽ ഡോബിക്ക് നന്നാക്കി തരാൻ കഴിയും. പറഞ്ഞത് മനസ്സിലായില്ലേ? കാഷ്ടം ആയത് കൊടുത്താൽ നന്നാക്കാം. ഇതെന്തേ? ഇത് അസിലെന്നെ പൊളിഞ്ഞു. ഇവന്റെ ഭാര്യയെ ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ്, ആ നുത്ഫത്ത് പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവൻ പറഞ്ഞ വാക്യം എന്താ? കുഫ്റ്, പക്ക കുഫ്റ്. നീ ബിസ്മിയിൽ എന്തായാലും ബിസ്മി കുട്ടിയപ്പനും ചേരുവല്ലോ. കുട്ടിയപ്പനും എന്തായാലും ഞാൻ ഒരു കുട്ടിയപ്പന്റെ കഥ പറഞ്ഞിരുന്നു മിഞ്ഞാത്ത ക്ലാസ്സിൽ. നിങ്ങളോട് തന്നെയല്ലേ പറഞ്ഞേ? ആണല്ലോ. എന്റെ വാപ്പാന്റെ അടുത്ത് വരുന്ന ഒരു കുട്ടിയപ്പൻ ആശാരിണ്ടായിരുന്നു. സലാമലേക്കും. അപ്പൊ വാപ്പ പറയാം അല്ലേക്കും. എന്താ അങ്ങനെ കേൾക്കണെന്ന് പറഞ്ഞാൽ വാപ്പ പറയും ഇസ്ലാം അല്ലേക്കും എന്നാണ്. ഞമ്മക്കും അങ്ങനെ തന്നെയോ മനസ്സിലാകണോ ഇസ്ലാം അല്ല എന്നാണ്. അപ്പൊ ഞാനും പറഞ്ഞു അല്ലേക്കും. ആണോന്ന് ഇപ്പൊ എനിക്കറിയില്ലല്ലോ. നടക്കണ ഇസ്ലാം അല്ല തന്നെയാണ്. അപ്പൊ ഈ ഇസ്ലാം അല്ലേക്കും എന്നുള്ള വർത്താനം കുട്ടിയപ്പനും പറയും. ബിസ്മിയും ചൊല്ലിയിരിക്കും. അതുകൊണ്ട് മുമ്മിനാവൂല. ഇവിടെ ഈ വരി മറക്കരുത്. നീ എന്റെ അടിമയാകണം. അടിമയല്ല തൃപ്തിപ്പെടും. ഉടമക്കാർ വിധിക്കുന്നത് കൊണ്ട് മിൻമുറാദി ഉദ്ദേശം. എന്തുദ്ദേശത്തിലും ഉടമക്കാരൻ എന്ത് വിധിച്ചോ അത് തൃപ്തിപ്പെട്ടുന്നവനാണ് ആര്? അടിമ. അടിമ എന്ന് പറഞ്ഞാൽ ആയിരക്കാ തസ്കരിക്കാന്നല്ല. അടിമ എന്ന് പറഞ്ഞാൽ ഉടമക്കാരൻ വിധിക്കുന്നത് തൃപ്തിപ്പെടല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തല്ല കൊടുത്താളെ. ഒറ്റ ക്ലാസ് കൂടി ഈ വിഷയം പറഞ്ഞ് മറ്റൊരു വിഷയത്തിലേക്ക്. ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله على النبي صلى الله لا إله إلا الله 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 عليه توكلوا. الفاتحة.